ദാരിദ്ര്യത്തിനും പോരാട്ടത്തിനും സാമൂഹിക പരിഹാസങ്ങൾക്കും ഇടയിൽ അദ്ദേഹം തന്റെ സ്വപ്നം പിന്തുടരുക മാത്രമല്ല ചെയ്തത്. കഠിനാധ്വാനത്തിലൂടെയും ധൈര്യത്തിലൂടെയും നമ്മുടെ ഹൃദയത്തിലെ അഭിനിവേശം ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്തു. വരൂ, നമുക്ക് നീതിയുടെ കഥ പഠിക്കാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയുടെ സാക്ഷ്യപത്രം. ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു നീതി. ഒരു ഡോക്ടറാവുക, ആവശ്യമുള്ളവർക്ക് സൗജന്യ വൈദ്യസഹായം നൽകുക എന്നതായിരുന്നു അവളുടെ സ്വപ്നം. എന്നിരുന്നാലും ജീവിതത്തിൽ അവൾ നേരിട്ട നിരവധി ബുദ്ധിമുട്ടുകൾ കാരണം ഈ സ്വപ്നം പിന്തുടരുന്നത് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തി. പ്രത്യേകിച്ച് അവളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു. അച്ഛൻ ഒരു ചെറിയ പലചരക്ക് കട നടത്തിയിരുന്നതിനാൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസമായിരുന്നു. 3 സഹോദരങ്ങളിൽ മൂത്തവളായിരുന്നു നീതി. അവളുടെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, മകളെ, സ്വപ്നങ്ങൾ ഉള്ളിടത്തോളം കാലം പ്രതീക്ഷയുമുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അമ്മയുടെ ഈ വാക്കുകൾ നീതിയുടെ ഹൃദയത്തിൽ എക്കാലവും നിലനിന്നു. നീതിക്ക് 12 വയസ്സ് തികഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഗുരുതരമായ അസുഖം വന്നു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി കാരണം യഥാസമയം വൈദ്യസഹായം ലഭിക്കാതെ അമ്മ മരിച്ചു. ഈ സംഭവം നീതിയുടെ ജീവിതത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കി. എന്നിരുന്നാലും മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാൻ അന്നുതന്നെ അവൾ ഒരു ഡോക്ടറാകാൻ തീരുമാനിച്ചു. പട്ടണത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ ചേർന്ന് പഠനത്തിൽ മികവ് പുലർത്തി. അവിടെ സ്ഥിരമായി ക്ലാസ്സിൽ 1-ാം സ്ഥാനത്തെത്തി. എന്നിരുന്നാലും സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ അവൾക്ക് അവളുടെ പിതാവിന്റെ കടയിൽ സഹായിക്കേണ്ടിവരുമെന്ന് വീട്ടിലെ സാഹചര്യം അനുശാസിച്ചു. അവൾ പകൽ മുഴുവൻ കടയിൽ ചിലവഴിക്കുകയും രാത്രി പഠിക്കുകയും ചെയ്യും. പലപ്പോഴും അവളുടെ പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ലായിരുന്നു. അവൾ വിട്ടുകൊടുത്തില്ല. ഗ്രന്ഥശാലയിൽ നിന്ന് പഴയ പുസ്തകങ്ങൾ കടമെടുത്ത് പഠിച്ച് അധ്യാപകരുടെ സഹായം തേടി. മികച്ച മാർക്കോടെ 12-ാം ക്ലാസ് വിജയിച്ച ശേഷം നീതി കൊച്ചിയിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. പഴയ നോട്ടുകളും മറ്റുമൊക്കെയാണ് അവൾ ആശ്രയിച്ചിരുന്നത്. അവളുടെ ദിവസത്തിലെ ഓരോ നിമിഷവും അവൾ വളരെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അവൾ പഠിക്കാൻ നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. തുടർന്ന് കടയിൽ പിതാവിനെ സഹായിക്കുകയും രാത്രിയിൽ പഠിക്കുകയും ചെയ്യുമായിരുന്നു. തനിക്ക് തോന്നുമ്പോഴൊക്കെ അമ്മ പറയുന്നത് ഓർക്കുമായിരുന്നു. കഠിന പ്രയത്നത്തിനൊടുവിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ രാജ്യത്തെ മികച്ച 100 വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ഇടം നേടി നീതി. അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ സുപ്രധാന വഴിത്തിരിവായിരുന്നു ഇത്. നഗരം മുഴുവൻ അവളുടെ നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും ഭക്ഷണത്തിന് പോലും പണമുണ്ടായിരുന്നില്ല. എന്നാൽ ഓരോ പ്രതികൂല സാഹചര്യങ്ങളും അവളെ കൂടുതൽ ശക്തനാക്കി. 3-ാം വർഷത്തിൽ അച്ഛന് അസുഖം വന്നു. തന്റെ സമ്പാദ്യം മുഴുവൻ അവൾ അച്ഛന്റെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. പക്ഷേ അച്ഛനെ രക്ഷിക്കാനായില്ല. അച്ഛന്റെ മരണം അവളെ തളർത്തി. എങ്കിലും അവൾ സ്വയം അടക്കിപ്പിടിച്ച് അച്ഛന്റെ അവസാന ആഗ്രഹം ഓർത്തു. നീതി, ഒരു ദിവസം നീ ഒരു ഡോക്ടറായി മാറുകയും ആളുകളെ സഹായിക്കുകയും ചെയ്യും. ഇതായിരിക്കും എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ സംഭവം നീതിയെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവൾ പഠനത്തിൽ പരാജയപ്പെട്ടില്ല. വർഷങ്ങളുടെ സമർപ്പണത്തിനും പോരാട്ടത്തിനും ശേഷം നീതി MBBS പൂർത്തിയാക്കി. എന്നിരുന്നാലും അവളുടെ യഥാർത്ഥ സ്വപ്നം അപ്പോഴും കുഴപ്പത്തിലായിരുന്നു. അവൾ തന്റെ പട്ടണത്തിൽ ഒരു ചെറിയ ക്ലിനിക്ക് തുറന്നു. അവിടെ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകി. ആദ്യം ആളുകൾ അവളെ കാര്യമായി എടുത്തില്ല. പക്ഷേ ക്രമേണ അവളുടെ സത്യസന്ധതയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലങ്ങൾ കാണിച്ചു തുടങ്ങി. അവൾ തന്റെ രോഗികളെ കുടുംബത്തെപ്പോലെ കൈകാര്യം ചെയ്തു. അവളുടെ പരിചരണത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കഥകൾ പ്രചരിക്കാൻ തുടങ്ങി. കാലക്രമേണ നീതി തന്റെ ക്ലിനിക്കിനെ ഒരു ചെറിയ ആശുപത്രിയാക്കി മാറ്റി. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടം ഡോക്ടർമാരെ അവർ കൂട്ടിച്ചേർത്തു. അവളുടെ ആശുപത്രി വൈദ്യചികിത്സ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സ്ത്രീകളുടെ ആരോഗ്യ അവബോധത്തിനും വേണ്ടിയുള്ള കാമ്പയിനുകളും സംഘടിപ്പിച്ചു. നീതിയുടെ പ്രയത്നങ്ങൾ സംസ്ഥാനത്തുടനീളം അവൾക്ക് അംഗീകാരം നേടിക്കൊടുത്തു. ആശുപത്രിയെ പിന്തുണച്ച് സർക്കാർ അവളുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും ചെയ്തു. അവളുടെ കഥ അവളുടെ നഗരത്തിലെ കുട്ടികൾക്ക് പ്രചോദനം നൽകുകയും അവർക്ക് ദിശാബോധം നൽകുകയും ചെയ്തു.
നിങ്ങൾ വലിയ സ്വപ്നം കാണുകയും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്താൽ ഒരു വെല്ലുവിളിക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. ദാരിദ്ര്യം കാരണം മറ്റൊരു കുട്ടിക്കും അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടിവരില്ലെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം തന്റെ ഗ്രാമത്തിൽ കുട്ടികൾക്കായി ഒരു ലൈബ്രറിയും സ്കൂളും സ്ഥാപിച്ചു. ജീവിതം ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കുമെങ്കിലും നമ്മുടെ ഉദ്ദേശ്യങ്ങൾ ഉറച്ചതാണെങ്കിൽ ഒരു തടസ്സവും നമ്മെ പിന്തിരിപ്പിക്കില്ലെന്ന് നീതിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പരാജയങ്ങൾ നമ്മെ തളർത്തുന്നില്ല, പകരം അവ നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. പലരും സ്വപ്നം കാണുന്നു, പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ധൈര്യമുള്ളവർ മാത്രമേ ചരിത്രം സൃഷ്ടിക്കൂ. നിങ്ങൾ ഈ കഥ ആസ്വദിച്ചെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പ്രചോദനാത്മക കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം.